നമസ്കാരം. അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. ഇവിടെ സന്തോഷം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ വിചാരം സന്തോഷം പുറമേന്ന് വരുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മിഠായി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടി, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ആഡംബര വണ്ടി മേടിച്ചു നമുക്ക് സന്തോഷം കിട്ടി, നല്ലൊരു ഡ്രസ്സ് മേടിച്ചു സന്തോഷം കിട്ടി. അതൊക്കെ നമ്മുടെ തോന്നലാണ്. സന്തോഷം ശരിക്കും വരേണ്ടത് ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള വസ്തു. ഇപ്പൊ നല്ല ഡ്രസ്സ് മേടിച്ചു എന്ന് തന്നെ വെച്ചോ, ഒരു വ്യക്തി കണ്ട വശം തന്നെ പറയാണ്, ഐ അതെന്തൊരു മോശമായ ഒരു ഡ്രസ്സാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ തീർന്നു അവിടെ കഥ. ആഡംബര വണ്ടിയിൽ നമ്മൾ സുഖമായിട്ട് വരാണ്, പക്ഷെ എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മനസ്സ് അപ്പ ആ നിമിഷം ചത്തു. അതിന്റെ അർത്ഥം സന്തോഷം വസ്തുക്കളിലല്ല, അത് ഉപയോഗിക്കേണ്ട വസ്തുക്കൾ, ഉപഭോഗ വസ്തുവാണ്. നത്തിങ് ടു ഡു വിത്ത് ഹാപ്പിനെസ്. സന്തോഷം എവിടെ നിന്നാണ് വരേണ്ടത്? ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ ഉള്ളിന്ന് വരാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്ന് വരുന്ന സന്തോഷമല്ല, മെന്റലി ഉണ്ടാവുന്ന സന്തോഷമാണ് നമുക്ക് കൂടുതൽ വരേണ്ടത്. അപ്പൊ എന്താണ്, നമുക്ക് ഈ മെന്റലി നമ്മൾ ഉള്ളിൽ നിന്ന് സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, ഓ ഞാൻ ഒരു വിക്റ്റിമാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ തന്നെയാണ് കുറ്റം പറയുന്നത്, ഞാൻ തന്നെയാണ് എല്ലാത്തിന്റെ പ്രശ്നം, എനിക്ക് ശമ്പളം കുറവ് കിട്ടാണ് എല്ലാവരും എന്നെ കുറ്റം പറയാണ്, എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നെ കുറ്റം പറയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഓരോ വിഷമത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക അതിൽ നിന്നൊരു മോചനം നമുക്ക് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ തീരുമാനമാണ് നമ്മുടെ പവർ. എന്ത് സംഭവിച്ചാലും നമ്മൾ അവിടെ റിയാക്ട് ചെയ്യില്ല, നമ്മൾ ഡിസ്റ്റർബ് ആവില്ല. അപ്പൊ ഡിസ്റ്റർബ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ പെട്ടെന്ന് ഒരു ബസ് ലേറ്റ് ആയി, ചെറിയ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന് പോകണം, 10 മണിക്ക് എത്തിയേ പറ്റൂ. 10 മണിക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ ക്യാൻസൽ ആവും. നമ്മൾ ഇവിടുന്ന് ബസ്സിൽ പുറപ്പെട്ടു, കഷ്ടകാലത്തിന് ബ്ലോക്ക് കിട്ടി, പലതും കിട്ടി, നമ്മൾ അരിശം വരണു, ഫ്രസ്ട്രേഷൻ വരണു, ഒരുപക്ഷെ ഡ്രൈവറിനെ വഴക്ക് പറഞ്ഞു, റോഡിനെ ശപിക്കുന്നു, പലതും ചെയ്യുന്നു. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സമയം നമുക്ക് മാറ്റാൻ പറ്റോ? സാഹചര്യം മാറ്റാൻ പറ്റോ? പറ്റൂല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? റിലാക്സ്. ഉറപ്പായിട്ടും ഒരു എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെടാണ്, എനിക്ക് ആ അവസരം എനിക്ക് നഷ്ടപ്പെടാൻ, ഒരുപക്ഷെ അതേപോലെ അവസരം വീണ്ടും വരണം എന്നില്ല. പക്ഷെ അവിടെ നമ്മൾ കാണുന്ന ജസ്റ്റിഫിക്കേഷൻ എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ മനസ്സിനെ നശിപ്പിക്കില്ല, ഒരു പക്ഷെ അത് എനിക്ക് ആയിരുന്നില്ല, എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നുള്ളൂ. കാരണം ജീവിതത്തിലുള്ള പല സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്. എക്സാമ്പിൾ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടോ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഹാങ് ആയി. മൊബൈൽ എരിഞ്ഞ് പൊട്ടിക്കുന്നതിലോ അല്ലെങ്കിൽ തെറി വിളിക്കുന്നതിലോ വല്ല അർത്ഥമുണ്ടോ? ആർക്കാണ് പോയത്? ഈ അരിശം എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഈ ഫ്രസ്ട്രേഷൻ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വിഷത്തിനെ നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ? മറ്റുള്ളവർക്ക് എന്ത് പോയി, സാഹചര്യത്തിന് എന്ത് പോയി, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, അവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എൻ്റെ നിന്നാണ് ഫസ്റ്റ് പുറപ്പെടുക. അത് ഒരുപക്ഷെ മറ്റുള്ളവരുടെ പെരുമാറ്റം കാരണം കൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു, സിറ്റുവേഷൻ കാരണം കൊണ്ട് റിയാക്ട് ചെയ്യുന്നു പറയണതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എൻ്റെ ശരീരമാണ് നശിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ പല മോശമായ ഹോർമോൺസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്, അവിടെയാണ് ഈ പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ വേറൊരു കാരണം കൂടെ വരാനുള്ള കാരണം. അപ്പൊ ഒന്ന് മാത്രം മനസ്സിലാക്കാം, എനിക്ക് അരിശം വന്നതോ ഒന്നോ മറ്റുള്ളവരെ കാരണം കൊണ്ടല്ല, അത് ഞാൻ മാനസികമായിട്ട് എടുത്ത കാരണം കൊണ്ടാണ്. ഒരു പക്ഷേ ഞാൻ ഒരു മുതലാളിയാണ് വിചാരിച്ചോ, അപ്പൊ നമ്മുടെ അടുത്ത് പണിയെടുക്കുന്ന ഒരാളാണ്, അവൻ ഇടയ്ക്ക് കക്കനുണ്ട്, നമ്മുടെ കാഴ്ചയിൽ അത് വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ വ്യക്തിയോട് പറയാൻ മോനെ, അത് ശരിയല്ല, അതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, എനിക്കത് അറിയുന്നുണ്ട്, ഞാനത് മനസ്സിലായിട്ടുണ്ട്. നീ നേരം വൈകിട്ട് വരാണ്, സ്ഥിരം വൈകിട്ട് വരാണ്. സ്ഥിരം വൈകിട്ട് വരാന്ന് പറഞ്ഞാൽ അത് 100% എന്തെങ്കിലും അതിന്റെ റീസൺ ഉണ്ടാവും. അത് ഒന്നല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എനിക്ക് എൻ്റെ ഓഫീസിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകണം. പക്ഷെ അവർ വീണ്ടും 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 ഇതേ സെയിം സെറ്റപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിളാണ്.
ഒന്നില്ലെങ്കിൽ അവരോട് പറയാം, ഞാൻ ഇത്ര ദിവസം കൊണ്ട് വേറൊരു വ്യക്തിയെ നോക്കുകയാണ്, എനിക്ക് വേറെ നിവൃത്തിയില്ല, എന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, ദയവ് എന്നെ ക്ഷമിക്കുക. നല്ല രൂപത്തിൽ പറഞ്ഞിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് ഊരിയെടുക്കാവുന്ന ഒരു വിഷയമാണ്. അവിടെ അവനെ വഴക്ക് പറഞ്ഞ് അവനെ വെറുപ്പ് അല്ലെങ്കിൽ അവനെ തല്ലേ കൊല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്നും സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് അവന് ഇരട്ടി ശത്രു ആവാണ് ചെയ്യുന്നത്. അവനായില്ലെങ്കിൽ പോലും ആർക്ക് പോയി? നമുക്ക് പോയി, നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ എന്താ പറയാ, ഓ എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ. അപ്പൊ ഈ നെഗറ്റീവ്നെസ് മനസ്സിലിരിക്കുമ്പോ എന്താ സംഭവിക്കണെന്ന് കൂടെ മനസ്സിലാക്കാം. ഓ, ഇത് എന്റെ ജീവിതത്തിൽ തന്നെയാണല്ലോ സംഭവിക്കുന്നത്, ഞാൻ എവിടെ പോയാലും ഇത് തന്നെയാണ്. ഓ, മടുത്തു. പാപി പോയോടത്തോളം പാതാളം എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ എന്ത് കാര്യം ചെയ്താലും ഇതന്നെയാ. എവിടെ ഏത് ജോലിക്ക് പോയാലും ഇങ്ങനത്തെ ബോസ് എനിക്ക് കിട്ടുള്ളൂ. എവിടെ പോയാലും ഇങ്ങനെ കിട്ടുള്ളൂ. എന്റെ വീട്ടിലും സമാധാനമില്ല, ഒരു സ്ഥലത്തും സമാധാനമില്ല. പക്ഷെ ഈ സമാധാനം പുറമേന്നല്ല, നമ്മുടെ ഉള്ളീന്ന് ഉണ്ടാക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലരും ഈ വിഷമത്തിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില ടീച്ചർമാർ നമ്മളെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നീ ഒരിക്കലും നന്നാവില്ല എന്നോ, അല്ലെങ്കിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട്, അത് അവരെ പേഴ്സണൽ ക്യാരക്ടറാണ്, പക്ഷെ അത് നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നു. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും, പ്രത്യേകിച്ച് ഒരിക്കലും മക്കളോട് അങ്ങനെ ചെയ്യരുത് ട്ടാ. കാരണം നീ ആ അയലോകക്കാരന്റെ മക്കളെ നോക്കിയേ, അവര് കണ്ട അവര് നല്ല ഇതിൽ നന്നാവണു, നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല, നീ ഒന്നിനും യൂസ്ലെസ് ആണ്, ഇതാണ് അതാണെന്ന് പറഞ്ഞ് മനസ്സിൽ ഇരുന്ന് പോകുമ്പോൾ എന്താ സംഭവിക്കണെന്നൊരു ആ വെറുപ്പ് ഇരുന്ന് പോവാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്, ജോലിക്ക് പോണ സമയത്തൊക്കെ നമ്മുടെ പെർഫോമൻസിനെ ഇത് ബാധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റങ്ങൾ, കുറവുകൾ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം, ഇപ്പൊ മാർക്കറ്റിംഗുകാർ ചില വസ്തുക്കൾ വിൽക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ കിടക്കുന്ന ആ വിഷമം തേട്ടിവരാണ്. അവൻ വിചാരിക്കുന്നത്, ഓ ഇവർ കാണുന്നവരൊക്കെ എന്നെ റിജക്ട് ചെയ്യാനുള്ളൂ എന്നാണ്. അവന്റെ പെർഫോമൻസിൽ അത് എഫക്ട് ചെയ്യാണ്. ഓരോ വ്യക്തികൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവര് പറയുന്നത് ഒരു പക്ഷെ അവരുടെ വിഷമങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പലതാണ്. നമ്മളത് മനസ്സിലെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് ഒറ്റയടിക്ക് പറ്റില്ല കേട്ടോ. സ്ലോലി 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 ആണ് നമുക്ക് ഈ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരുടെ സ്റ്റേറ്റ്മെന്റോ സിറ്റുവേഷനിലോ, ഇപ്പൊ വീണ്ടും ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പല വിഷമങ്ങൾ വരുന്ന സമയത്ത് പലരും ഒരു പക്ഷേ ജാതകം നോക്കാൻ, അല്ലെങ്കിൽ സ്റ്റാർ നോക്കാൻ, അങ്ങനെ കൈരേഖ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയി നോക്കും. അപ്പൊ ഒരു ആശ്വാസത്തിന് വേണ്ടി അവരെന്ന് നമ്മളോട് എന്താ പറയാ, ഓ നിവൃത്തിയില്ലടോ, നിന്റെ ഇത് താരങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, നിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് കിടക്കുന്നത്, ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം. നമ്മൾ യഥാർത്ഥത്തിലെ പൈസ കൊടുക്കുന്നത് ഓ അപ്പൊ ശരിയാണല്ലേ, എന്റെ സമയം ശരിയല്ല, എന്റെ ഇത് ശരിയല്ല, അത് കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മളെ ചൂഷണം ചെയ്യാൻ കൂടെ ആൾക്കാർക്ക് ഒരു അവസരം അവിടെ വരാണ്. ഇവിടെ മനസ്സിലാക്കാം സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. 6 മാസം കൊണ്ട് താൻ മരിച്ചു പോകുന്ന ആരെങ്കിലും പറയാണ്, ഒരു ഡോക്ടർ പറഞ്ഞു 6 മാസം കൊണ്ട്. ഇപ്പൊ കൊറോണ സമയത്ത് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. കാര്യം തന്റെ കട്ട പോകുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്ട്രോങ് വ്യക്തികൾ ഇന്നും ക്യാൻസറിന്റെ 4ാം സ്റ്റേജ് കടന്നിട്ടും ഇന്ന് 15 വർഷം കഴിഞ്ഞതിന് ശേഷം ഭംഗിയായിട്ട് ജീവിക്കുന്ന പല വ്യക്തികളുണ്ട്. ആ സ്ഥാനത്ത് ഒരു പ്രശ്നമില്ലാത്ത, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. പാമ്പ് കടിയുടെ വിഷം കാരണം കൊണ്ടല്ല പലരും മരിക്കുന്നത്, പാമ്പ് കടിച്ചതിന്റെ ഭയം കാരണം കൊണ്ടാണ് 90% ആൾക്കാർ മരിക്കുന്നത്. ഇതാണ് സത്യം. അവിടെ നമ്മുടെ മനസ്സ് വളരെ പവർഫുള്ളാ. നമുക്ക് ഏത് ലെവലിലേക്ക് എത്തിക്കണം എന്ന് അത് എത്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ബോസോ നമ്മുടെ കുടുംബക്കാരോ ഇവരാരും അല്ല പ്രശ്നം. നമ്മുടെ കയ്യിലാണ്. ഞാൻ ഒരു കാരണവശാലും എന്റെ മനസ്സ് സമ്പൂർണ്ണ ശാന്തായിരിക്കണം. ബസ് ലേറ്റായി, ഒരു വിഷയമില്ല, എന്താ ചെയ്യാ, സാഹചര്യമാണ്, ഡൺ, അക്സെപ്റ്റഡ്. ഇനി ഞാൻ വൈകിയ കാരണം മറ്റുള്ളവർ എത്ര മോശം വാക്ക് ഉപയോഗിച്ചാൽ പോലും ഐ ഷുഡ് അക്സെപ്റ്റഡ്. കാരണം അവൻ റിയാക്ട് ചെയ്യുന്നത് അത് അവന്റെ പ്രശ്നമാണ്. അത് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഹിസ് ഇഷ്യൂ. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറന്നു വരാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ പ്രകാരം തന്നെ നമ്മൾ ഈ പത്രങ്ങളിലും ടിവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ മാച്ച് അവരെ ഇഷ്ടമുള്ള ടീം തോറ്റപ്പോൾ പലരും സൂയിസൈഡ്. എന്ത് ദയനീയ അവസ്ഥയാണെന്ന്. ആ സൂയിസൈഡ് എന്താണ് ചെയ്തതെന്നറിയോ? യഥാർത്ഥത്തിൽ അവൻ ചെറുപ്പം മുതൽ അനുഭവിച്ച ആ ഒരു പ്രശ്നമാണ്. പിന്നെ അവൻ ആ ഫ്രസ്ട്രേഷൻ വരണം, അവർക്ക് ആ മക്കൾക്ക് ഒരു തോന്നൽ വരണം, അല്ലെങ്കിൽ അവർ ആ വ്യക്തിക്ക് ഒരു തോന്നൽ വരണം. പിന്നെ ആ ഫെയിലിയർ അവൻ മനസ്സിന്റെ ഉള്ളിലും സമ്പൂർണ്ണമായിട്ട് എടുക്കാണ്. ആൻഡ് ഫൈനലി ദേ ഗോ ഫോർ എ റോങ് ആക്ഷൻ.
നമ്മുടെ ടീം തോറ്റു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാൻ കാര്യം നടന്നില്ല, മറ്റുള്ളവർക്ക് കിട്ടി, അതിലെന്താ കുഴപ്പം? ബി ഹാപ്പി. ഐ ഹാവ് അനദർ ഓപ്പർച്യൂണിറ്റി. എനിക്ക് വീണ്ടും വേറൊരു അവസരമുണ്ട്. ഇതാണ് സത്യം. ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തോറ്റു, വേറെ ടീം അവിടെ ജയിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? ഓ, അവർ അത്രയും സൂപ്പറായിട്ട് കളിച്ചപ്പോഴാണ് എൻ്റെ ടീമിനെ തോൽപ്പിക്കാൻ പറ്റിയത്. എന്തായാലും അതൊരു കഴിവ് തന്നെയാണ്. നോക്കിയ രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു വിഷയം തന്നെയല്ലേ ഏറ്റവും വലുത്. വെറുതെ നമ്മൾ നല്ല വ്യക്തിനെ നല്ലത് പറയാൻ പഠിച്ചേ പറ്റൂ. എന്താ ഉണ്ടാവണ വെച്ചാൽ ആ മറ്റുള്ളവരുടെ നന്മ എന്റെയിൽ പതുക്കെ ജനിക്കാൻ തുടങ്ങും. ഇവിടെയാണ് വിഷയം. ഞാൻ കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുന്നവനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവൻ എങ്ങനെ കാണുന്ന വ്യക്തികൾ അവൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും, പക്ഷെ ആ കൃത്യനിഷ്ഠേന്റെ ക്വാളിറ്റി എൻ്റെ കയ്യിലേക്ക് വരും, ആ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി എൻ്റെ കയ്യിൽ വരും, ആ ഡെഡിക്കേഷൻ എൻ്റെ കയ്യിലേക്ക് വരും. എല്ലാ വ്യക്തികളുടെ നന്മേനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. എത്ര നമ്മുടെ ശത്രുവിന്റെ മക്കളാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യും. അപ്പൊ എല്ലാവർക്കും സന്തോഷമാണ് ആവശ്യം. ഈ സന്തോഷം കൊടുക്കുന്ന വ്യക്തികൾ നമുക്കായി മാറാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും സന്തോഷം പകർത്താൻ സാധിക്കണം. അപ്പൊ ഇത് എളുപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ എളുപ്പമാണ്, ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അല്ലാന്ന് തോന്നും. ഞാൻ ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാണ്, എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തു മാക്സിമം. ഇപ്പൊ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന ഫീസിൽ ഞാൻ പഠിപ്പിച്ചു. എന്റെ സാഹചര്യം അത്രയ്ക്കുള്ളൂ. എനിക്ക് അതിന്റെ അപ്പുറത്ത് കടം മേടിക്കാനോ വിൽക്കാനോ ഒന്നിനെ കൊണ്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. മക്കള് നാളെ പറയാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനെ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും സാധിച്ചില്ല, മക്കളെ നോക്കാൻ സാധിച്ചില്ല എന്ന് പറയണതിൽ യാതൊരു അർത്ഥമില്ല. യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ്. ഇതിനാണ് പറയുക ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. പല വ്യക്തികൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ പല റിലേഷൻസിലാണെങ്കിലും പല ജോലി സ്ഥലത്താണെങ്കിലും പലതാണെങ്കിലും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറയാണ് യു ആർ യൂസ്ലെസ് എന്ന്. വളരെ ഇവിടെ ആകെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതാണ് ഞാൻ ആദ്യം നോക്കേണ്ടത്. എൻ്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിൽ വല്ല കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? ഞാൻ സമ്പൂർണ്ണ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, മുന്നിലുള്ള വ്യക്തിക്ക് അത് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ അത് മനസ്സിലെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് അവരെ സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം എൻ്റെ ലൈഫിനെ ഞാൻ എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറയണ പോലെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. പക്ഷെ ഞാൻ സെന്റിമെന്റിൽ വീണിട്ട് ആരെങ്കിലും കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുമ്പോൾ അവർ പറയുന്ന പ്രകാരം എല്ലാ കാര്യത്തിനും തൃപ്തിപ്പെടുത്താൻ ഞാൻ നോക്കുമ്പോൾ ഡിമാൻഡുകൾ കൂടിക്കൊണ്ടിരിക്കും. അവസാനം ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അവനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ പോലും നമ്മൾ തീരുമാനിക്കും. കാരണം തോൽവിന്റെ അങ്ങേയറ്റമാണത്. പിന്നെ അവൻ നിരാശയിലാണ്. പക്ഷെ ആ നിരാശ മറ്റുള്ളവർ ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അവസാനിപ്പിക്കുന്നത്. കൗൺസിലിംഗ് മേഖലയിലത്തെ ഒരു കഥയാണ്. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഏകദേശം 38-ാം വയസ്സിൽ പല പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പുരുഷന്മാരോട് വലിയ ഇഷ്ടമില്ലായ്മയും അങ്ങനെയുള്ള വെറുപ്പും വിദ്വേഷം കാര്യങ്ങളും, വിവാഹം കഴിച്ചിട്ട് ഒറ്റപ്പെട്ടിട്ട് കഴിയാണ്. എന്താണ് മോളെ കാരണങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടീനെ പീഡിപ്പിച്ചിരിക്കുകയാണ് അവരെ ഏതോ ഒരു വ്യക്തി. പക്ഷെ ആൾ വെറുത്തത് സ്വന്തം മാതാപിതാക്കളെ പോലുമാണ്. ഞാൻ ചോദിച്ചു അതെന്തിനാ? അല്ല, അവർക്ക് എന്നെ നോക്കാറുണ്ടല്ല, ചെറുപ്പത്തിൽ ഞാൻ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് ഏകദേശം 20-25 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാരെയാണ് കുറ്റം പറഞ്ഞത്? നിങ്ങൾ തന്നെ നിങ്ങളെ വിധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ശരിയാണ് സാർ, എനിക്ക് നഷ്ടപ്പെട്ടത് വർഷങ്ങളാണ്. അപ്പൊ ആ വർഷങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ ടൈം വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ഒന്ന് മാത്രം മനസ്സിലാക്കാം, നമുക്ക് കഴിഞ്ഞതല്ല തിരിച്ചു കൊണ്ടുവരേണ്ടത്, ഇനി മുന്നോട്ട്. അതാണ് നമ്മുടെ ഇതിന്റെ പേര്, ലെറ്റ്സ് മൂവ് അഹെഡ്. ഇനി മുന്നോട്ട് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കടക്കാണ്. താങ്ക് യു വെരി മച്ച്.